അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അത്തപ്പൂക്കളൊക്കെ ഇടാനുള്ള പരിപാടികളൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഈ ചെറുവപ്പയ്പ്പൻ, ഞങ്ങൾ ഇവിടെ നാട്ടിൽ അതിന് ചെറുവപ്പയ്പ്പൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ അരിഞ്ഞ് അത്തപ്പൂക്കളത്തിന് വേണ്ട പൂക്കളമൊക്കെ റെഡിയാക്കി കളമൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. എന്ത് പറയാൻ, എനിക്ക് ഓണത്തിൻ്റെ അന്ന് തുമ്മൽ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും വിശേഷ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും 28ൻ്റെ പണി കിട്ടില്ല. അപ്പം അങ്ങനെ തുമ്മിയാണ് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും മൂക്കിനൊരു കുഞ്ഞു രീതിയിലുള്ള അടപ്പൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അതൊന്നും കാര്യമാക്കാതെ അത്തപ്പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട പൂവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പടം വരച്ചാൽ ശരിയാവത്തില്ലാത്തതുകൊണ്ട് കസിനെ കൊണ്ടാണ് വരപ്പിച്ചത്. അല്ലെ വട്ടമൊക്കെ ചതുരം പോലെയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു അടിപൊളി അത്തപ്പൂക്കളമൊക്കെ ഇട്ടു. നമുക്കൊരു റെഫറൻസ് പിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ റെഫറൻസ് പോലെ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു അടിപൊളി അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ക്യൂട്ട് അത്തപ്പൂക്കളായിരുന്നു. ക്യൂട്ടാണോ കൊള്ളത്തില്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ ഏറ്റവും നല്ല മുഖ്യമായിട്ട് നമ്മൾ മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ടുള്ള സദ്യ, നല്ല പപ്പടവും മോരുകറിയും സാമ്പാറും അച്ചാറും അവയിലൊക്കെ കൂട്ടി നല്ലൊരു നോൺ വെജ് സദ്യ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി അടിപൊളി ഹാപ്പി ഓണം.